നമസ്കാരം. ആഴത്തിലുള്ള ഈ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ ഒരുപക്ഷെ ജോലിക്ക് പോകുന്ന വഴിയാകാം, അല്ലെങ്കിൽ രാവിലെയുള്ള തിരക്കുകൾക്കിടയിലാകാം ഇത് കേൾക്കുന്നത്. അതെ, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, ഇന്നത്തെ ഈ ചർച്ച നിങ്ങളുടെ ചിന്തകളെ ശരിക്കും സ്വാധീനിക്കാൻ പോകുന്ന ഒന്നാണ്. തീർച്ചയായും. നമ്മൾ ഇന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ദൈവീക കരുതലിന്റെയും അനന്യമായ ഭക്തിയുടെയും യുക്തി എന്ന വിഷയമാണ്. പ്രധാനമായും ഖുറാനിലെ 40-ാം അധ്യായത്തിലെ 61 മുതൽ 68 വരെയുള്ള വചനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ ഈ അന്വേഷണം. നോക്കൂ, നമ്മൾ മനുഷ്യർ സാധാരണയായി പ്രാർത്ഥനയെ അഥവാ ദുആയെ എങ്ങനെയാണ് കാണാറുള്ളത്? അതായത് കൂടുതൽ ആളുകളും അതിനെ ഒരു വെൻഡിംഗ് മെഷീൻ പോലെയാണ് കാണുന്നത്. നമ്മൾ കുറച്ച് നാണയങ്ങൾ ഇടുന്നു, നമുക്ക് ആവശ്യമുള്ളത് പുറത്തേക്ക് വരണം എന്നൊരു ചിന്ത. അതെ, ഒരുതരം കൊടുക്കൽ വാങ്ങൽ പോലെ. ശരിയാണ്. അല്ലെങ്കിൽ അതൊരു എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പർ പോലെയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും വലിയ പ്രതിസന്ധി വരുമ്പോൾ മാത്രം ഡയൽ ചെയ്യുന്ന ഒന്ന്. എന്നാൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന ഈ സ്രോതസ്സുകൾ ഈയൊരു ധാരണയെ പൂർണ്ണമായും പൊളിച്ചെടുക്കുകയാണ്. കൃത്യമായി പറഞ്ഞു. പക്ഷേ ഈ വചനങ്ങൾ നമ്മളോട് പറയുന്നത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. ഇതൊരു കേവലമായ വായനയ്ക്കപ്പുറം നമ്മുടെ ഉള്ളിലൊരു ശക്തമായ നിഗമനം രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ മതഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അതൊരു നിയമങ്ങളുടെ പുസ്തകമായോ അല്ലെങ്കിൽ ചരിത്രവിവരണമായോ ഒക്കെയാണ് കാണാറുള്ളത്. അതെ. എന്നാൽ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഈ വചനങ്ങൾ വെറുതെ കുറച്ച് വിവരങ്ങൾ നൽകുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് വായനക്കാരന്റെ മാനസികാവസ്ഥയെ തികച്ചും യുക്തിഭദ്രമായി ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുകയാണ്. ഇതൊരു തരം കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ആണെന്ന് പറയാം. നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കേവലമായ വിശ്വാസങ്ങൾക്കപ്പുറം അതൊരു യുക്തിസഹമായ തീരുമാനമാക്കി മാറ്റുകയാണ് ഈ വചനങ്ങൾ ചെയ്യുന്നത്. അതെ, ആ ഒരു യുക്തിയിലേക്കാണ് നമ്മൾ ഇന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലുന്നത്. ശരി, നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ വചനങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് നമുക്ക് ചുറ്റും ഒരുക്കിവെച്ചിട്ടുള്ള അത്ഭുതകരമായ ചില ക്രമീകരണങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. തീർച്ചയായും. അതായത്, നിങ്ങൾക്ക് സ്വസ്ഥമായി വിശ്രമിക്കാൻ ഇരുട്ട് നിറഞ്ഞ രാത്രി നൽകിയിരിക്കുന്നു, കാര്യങ്ങൾ വ്യക്തമായി കാണാനും അധ്വാനിക്കാനും വെളിച്ചമുള്ള പകൽ നൽകിയിരിക്കുന്നു എന്ന് 61-ാമത്തെ വചനം പറയുന്നു. അതുപോലെ 62-ാം വചനത്തിലെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ തുടർച്ചയായി നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വാസസ്ഥലമാക്കി മാറ്റിയിരിക്കുന്നുവെന്നും ആകാശത്തെ ഒരു മേൽക്കൂര പോലെ സംരക്ഷണത്തിനായി ഒരുക്കിയിരിക്കുന്നുവെന്നും കാണാം. അതുമാത്രമല്ല, നമ്മളെ വളരെ മനോഹരമായി രൂപപ്പെടുത്തുകയും ജീവിക്കാൻ ആവശ്യമായ ഏറ്റവും നല്ല കാര്യങ്ങൾ നൽകുകയും ചെയ്തു എന്നും പറയുന്നുണ്ട്. ഈ വചനങ്ങൾ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നിങ്ങളെ സൃഷ്ടിച്ചു എന്നും ഒടുവിൽ ജീവനും മരണവും നൽകുന്നുവെന്നും വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു പഴയകാലത്തെ കാവ്യാത്മകമായ വർണ്ണന മാത്രമല്ല, മറിച്ചൊരു കൃത്യമായ പാറ്റേൺ ഇതിലൊളിഞ്ഞിരിപ്പുണ്ടല്ലേ? ആ പാറ്റേൺ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ പാറ്റേൺ മനസ്സിലാക്കാൻ നമ്മൾ ഇന്നത്തെ കാലത്തെ ഒരു ഉദാഹരണമെടുത്ത് ചിന്തിച്ചാൽ മതി. നിങ്ങൾ പൂർണ്ണമായും ഓട്ടോമേറ്റഡായ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സ്മാർട്ട് ഹോമിലേക്ക് ആദ്യമായി കയറി ചെല്ലുകയാണെന്ന് സങ്കല്പിക്കുക. നല്ലൊരു ഉദാഹരണമാണ്. നിങ്ങൾ വാതിൽ തുറക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അവിടുത്തെ താപനില തനിയെ ക്രമീകരിക്കപ്പെടുന്നു. നിങ്ങളുടെ മൂഡിനനുസരിച്ച് ലൈറ്റുകൾ തെളിയുന്നു. നിങ്ങൾക്ക് വിശക്കുമ്പോൾ കൃത്യമായ ഭക്ഷണം അവിടെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഈ വീടിനുള്ളിൽ നിങ്ങൾക്ക് വലിയ സുരക്ഷിതത്വവും സമാധാനവും ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും അതിശയിക്കും. അതെ, ഇത്തരമൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ഇതൊക്കെ തനിയെ ഉണ്ടായതാണെന്നോ അല്ലെങ്കിൽ വെറുതെ ഒരു ആകസ്മികതയാണെന്നോ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല. പകരം നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായും ഈ വീട് ഡിസൈൻ ചെയ്ത ആ മഹാബുദ്ധിയെക്കുറിച്ച്, ആ ആർക്കിടെക്ചറിനെക്കുറിച്ച് ചിന്തിക്കും. അത് വളരെ ശരിയാണ്. ആ സ്മാർട്ട് ഹോം ഉപമ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തെ എത്രത്തോളം ലളിതമാക്കുന്നുണ്ടെന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു. കാരണം നമ്മൾ പലപ്പോഴും ഈ വലിയ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ അവകാശമാണെന്ന മട്ടിലാണ് പെരുമാറുന്നത്. സൂര്യൻ കൃത്യസമയത്ത് ഉദിക്കുന്നതും ശ്വാസിക്കാൻ വായു കിട്ടുന്നതും നമ്മളൊരു അത്ഭുതമായി കാണാറേയില്ല. അവിടെയാണ് ഈ വചനങ്ങളുടെ പ്രസക്തി. ഈ പ്രപഞ്ചം എന്ന സ്മാർട്ട് ഹോമിലെ ഓരോ സൂക്ഷ്മമായ ക്രമീകരണങ്ങളും എടുത്തു കാണിച്ചുകൊണ്ട് ഇതിന് പിന്നിലെ ആർക്കിടെക്ചറിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം വായനക്കാരിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇത് ചെയ്യുന്നത്.
ഇതൊക്കെയും ചെയ്യുന്ന ദൈവം എന്ന ആവർത്തനം ശ്രദ്ധേയമാണ്. ഇതിലൂടെ വായനക്കാരിൽ സ്വാഭാവികമായി രൂപപ്പെടേണ്ട നന്ദി, തിരിച്ചറിവ്, ചിന്ത എന്നീ 3 കാര്യങ്ങളെയാണ് ഈ വചനങ്ങൾ ഉണർത്തുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന അസാധാരണമായ പരിഗണനകളാണെന്ന് ഓർമ്മിപ്പിച്ചതിനു ശേഷം ഇതെവിടേക്കാണ് നമ്മെ നയിക്കുന്നതെന്ന് നോക്കാം. 65-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല, അതിനാൽ കീഴ്വഴക്കം അവനു മാത്രമാക്കി അവനോട് പ്രാർത്ഥിക്കുക എന്ന്. ഇവിടെ അതിനാൽ എന്ന വാക്കിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇതിനെ ആ വലിയ ചിത്രവുമായൊന്ന് ബന്ധിപ്പിച്ചു നോക്കൂ. ഈ പ്രപഞ്ചം മുഴുവൻ ഡിസൈൻ ചെയ്തതും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ആ ഒരേയൊരു ശക്തിയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ മറ്റാരുടെ അടുത്തേക്കാണ് പോകേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്മാർട്ട് ഹോമിന്റെ ഉദാഹരണത്തിലേക്ക് തന്നെ തിരിച്ചുപോയാൽ, പെട്ടെന്ന് വീട്ടിൽ എന്തെങ്കിലും ഒരു സാങ്കേതിക തകരാറുണ്ടായാൽ നമ്മൾ വഴിയിലൂടെ പോകുന്ന ഏതെങ്കിലും ഒരു അപരിചിതനെ വിളിക്കില്ലല്ലോ. തീർച്ചയായുമില്ല. ഈ വീട് മുഴുവൻ ഡിസൈൻ ചെയ്ത ആ ആർക്കിടെക്റ്റിന്റെ തന്നെ നമ്മൾ വിളിക്കും. കാരണം അതാണ് യുക്തി. ഇവിടെ സ്രോതസ്സുകൾ ചൂണ്ടിക്കാണിക്കുന്നതും അതേ യുക്തിയാണ്. അങ്ങനെ മറ്റെന്തിനെങ്കിലും ആശ്രയിക്കുന്നത് നിങ്ങളുടെ അറിവില്ലായ്മയോ അല്ലെങ്കിൽ യുക്തിരാഹിത്യമോ ആണെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ അതിനാൽ എന്ന വാക്ക് പ്രാർത്ഥനയെ വെറുമൊരു വിശ്വാസത്തിൽ നിന്നും മാറ്റി അതൊരു ലോജിക്കൽ കൺക്ലൂഷനാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന അഥവാ ദുആ എന്നത് വെറുമൊരു ചോദിക്കലല്ല, മറിച്ച് അതൊരു സമ്പൂർണമായ സമർപ്പണമാണെന്ന് 66-ാമത്തെ വചനം വ്യക്തമാക്കുന്നുണ്ട്. ഇത് വഴിതെറ്റിയ ആശ്രയങ്ങളെ ശരിക്കും തിരുത്തുകയാണ് ചെയ്യുന്നത്. അതെ, അതൊരു വലിയ ബൗദ്ധികമായ കുതിച്ചുചാട്ടമാണ്. ഈ ലോകത്ത് എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ ആശ്രയിക്കുന്നത് ഒരേ ഒരു ശക്തിയെ മാത്രമാണെന്നുള്ള അചഞ്ചലമായ പ്രഖ്യാപനമാണ് പ്രാർത്ഥന. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഏതൊരാൾക്കും വളരെ സ്വാഭാവികമായി തോന്നാവുന്ന, അല്പം കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്കും അത് ചോദിക്കണമെന്ന് തോന്നി. എന്താണത്? ഈ വിഷയത്തിലെ ഏറ്റവും വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുന്ന ചോദ്യമായിരിക്കും അതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മളിപ്പോ പറഞ്ഞു, ഈ പ്രപഞ്ചം മുഴുവൻ ഡിസൈൻ ചെയ്ത, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, നാം ചോദിക്കാതെ തന്നെ നമുക്ക് ജീവനും ശ്വാസവും ഒക്കെ നൽകുന്ന ഒരു മഹാശക്തിയുണ്ടെന്ന്. അതെ. ആ ശക്തിക്ക് എന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? എനിക്ക് ജോലി വേണം, സമാധാനം വേണം, ആരോഗ്യം വേണം എന്നൊക്കെ നമ്മൾ എന്തിനാണിങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ പ്രസക്തമായൊരു സംശയമാണത്. സത്യത്തിൽ മനുഷ്യന്റെ യുക്തി അവിടെ തന്നെയാണ് തട്ടിത്തടഞ്ഞു വീഴാറുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് പ്രാർത്ഥന എന്നത് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് എന്നാണ്. അതെ, ഹലോ ദേവേ, എന്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ്, എനിക്ക് ഇതൊക്കെ വേണം എന്ന് ദൈവത്തെ വിവരം അറിയിക്കുന്ന ഒരു പ്രക്രിയ. എന്നാൽ നമ്മളിന്ന് വിശകലനം ചെയ്യുന്ന ഈ സ്രോതസ്സുകൾ പ്രാർത്ഥനയുടെ മനഃശാസ്ത്രത്തെ തികച്ചും വ്യത്യസ്തമായൊരു കോണിലൂടെയാണ് കാണിച്ചു തരുന്നത്. പ്രാർത്ഥന ഒരിക്കലും ദൈവത്തിന് നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ഒരു പുതിയ വിവരം നൽകലല്ല. അത് ദൈവത്തിനുള്ളതല്ല, മറിച്ച് നിങ്ങൾക്കുള്ളതാണ്. അതായത് പ്രാർത്ഥന ഒരു പുതിയ ഇൻഫർമേഷൻ കൈമാറലല്ല, അതൊരു സൈക്കോളജിക്കൽ റീസെറ്റ് ആണെന്ന് പറയാം. ഞാൻ എന്റെ കുറവുകളെയും പരിമിതികളെയും സ്വയം അംഗീകരിക്കുന്ന ഒരു നിമിഷം. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. നിങ്ങളുടെ ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കി യാഥാർത്ഥ്യവുമായി നിങ്ങളെ തന്നെ വിന്യസിക്കാൻ അല്ലെങ്കിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രക്രിയയാണത്. നിങ്ങൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ആ മഹാശക്തിക്കു മുന്നിൽ നിങ്ങളുടെ സ്വന്തം കഴിവുകേടിനെ പരസ്യമായി അംഗീകരിക്കുകയാണ്. എനിക്ക് എന്റെ ജീവിതത്തെ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ് എന്നുള്ള വിനയത്തിന്റെ പ്രകടനം. അതെ, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തിന് അറിയാഞ്ഞിട്ടല്ല, മറിച്ച് നിങ്ങൾക്ക് സ്വയം ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രാർത്ഥന. ഞാൻ വെറുമൊരു സൃഷ്ടിയാണെന്നും എനിക്കു മുകളിൽ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവുണ്ടെന്നുമുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തൽ. ഈയൊരു തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് പ്രാർത്ഥന അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഒരു ആത്മീയ അനുഭവമായി മാറുന്നത്. അവിടെ പ്രാർത്ഥന ഒരു ലിസ്റ്റ് വായിക്കലല്ല, അതൊരു ബന്ധം സ്ഥാപിക്കലാണ്. പറഞ്ഞതെന്റെ മനസ്സിൽ വളരെ വ്യക്തമായൊരു ചിത്രം നൽകുന്നുണ്ട്. നമ്മൾ എപ്പോഴും കിട്ടാൻ പോകുന്ന കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ കൊടുക്കുന്ന ആളിലാണ്. എന്റെ ഷോപ്പിംഗ് ലിസ്റ്റിനേക്കാൾ വലുതാണ് എനിക്കിതൊക്കെ തരുന്ന ആ വലിയ സംവിധാനമെന്ന തിരിച്ചറിവ്. തീർച്ചയായും ആ തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥമെന്താണ്? ഈ പ്രപഞ്ചത്തിലെ എല്ലാം ദൈവം നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ നിങ്ങളുടെ റോൾ എന്താണ്? എല്ലാം ദൈവം ചെയ്തുകൊള്ളുമെന്ന് കരുതി നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയോ? ഈ ഒരു സംശയം കൂടി ഈ സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നുണ്ടോ? തീർച്ചയായുമുണ്ട്.
ഈ വചനങ്ങൾ മനുഷ്യനെ വെറുമൊരു നിഷ്ക്രിയനായ കാഴ്ചക്കാരനായിട്ടല്ല കാണുന്നത്. മറിച്ച് മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ഇതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? സ്രോതസ്സുകളിൽ കാണിക്കുന്നതുപോലെ ഇത്രയൊക്കെ അത്ഭുതങ്ങളും കരുതലും ചുറ്റും നടക്കുന്നുണ്ടെങ്കിലും അതിനോട് പ്രതികരിക്കാൻ മനുഷ്യന് 2 വഴികളുണ്ട്. ആദ്യത്തെ വഴി എന്നത് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെ ഇതിനെ നിഷേധിക്കുക എന്നതാണ്. തനിക്ക് ലഭിക്കുന്നതെല്ലാം തന്റെ സ്വന്തം കഴിവാണെന്ന് അഹങ്കരിക്കുകയും യാഥാർത്ഥ്യത്തിൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് വചനങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 61-ാമത്തെയും അതുപോലെ 62, 63 വചനങ്ങളിലും ഈ നന്ദികേടിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇതൊരു തരം എൻടൈറ്റിൽമെന്റാണ്, എനിക്കിതെല്ലാം ലഭിക്കാൻ അർഹതയുണ്ട് എന്നുള്ള അഹങ്കാരം. നമ്മൾ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സ്വഭാവം അതാണ്. നമ്മൾ വിജയിക്കുമ്പോൾ അത് നമ്മുടെ സ്വന്തം കഴിവും ബുദ്ധിയുമാണെന്ന് നമ്മൾ വിശ്വസിക്കും. എന്നാൽ എന്തെങ്കിലും പരാജയം വരുമ്പോൾ നമ്മൾ ദൈവത്തെയോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെയോ കുറ്റം പറയും. അവിടെയാണ് രണ്ടാമത്തെ വഴിയുടെ പ്രസക്തി. രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കുന്നവർ ചിന്തിക്കുന്നവരാണ്. അവർ ചുറ്റുമുള്ള ഓരോ ചെറിയ കാര്യങ്ങളിലും ആ വലിയ ആർക്കിടെക്റ്റിന്റെ കയ്യൊപ്പ് കാണുന്നു. അവർ തങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണമായും അവനിലേക്ക് തിരിക്കുന്നു. മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ പങ്ക് അവിടെയാണ് കിടക്കുന്നത്. അതായത് ദൈവം എല്ലാം ചെയ്യുന്നുണ്ട് എന്നത് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു ഒഴിവുകഴിവല്ല. ഒരിക്കലുമല്ല. മറിച്ച് നമ്മുടെ പ്രവർത്തികളുടെ ഫലം തീരുമാനിക്കുന്നത് ആ വലിയ ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പൂർണ്ണമായ സമർപ്പണത്തോടെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് നാം ചെയ്യേണ്ടത്. നിങ്ങളെ നിരന്തരം സംരക്ഷിക്കുന്ന ആ ശക്തിയോടുള്ള കടപ്പാടെന്ന നിലയിൽ വിഭജിക്കപ്പെടാത്ത ഒരു കൂറ് കാത്തുസൂക്ഷിക്കുക എന്നതാണ് മനുഷ്യന്റെ യഥാർത്ഥ ധർമ്മം. അതാണ് അനന്യമായ ഭക്തി എന്ന് പറയുന്നത്. എല്ലാം നൽകുന്നവനെ തിരിച്ചറിയുമ്പോൾ അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നത് സ്വാഭാവികമായ ഒരു യുക്തിയായി മാറുന്നു. ഈ ഒരു പോയിന്റ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ വലിയ കരുതലിന്റെ സിംഫണി നമ്മൾ കേൾക്കാതെ പോകരുത്. നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഈ അത്ഭുതങ്ങളെ ഒരു ശീലമായി കണ്ട് തള്ളിക്കളയരുത്. ഈ ചർച്ചയിൽ ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. തീർച്ചയായും അതൊരു നല്ല ആശയമാണ്. അപ്പുറം പ്രാർത്ഥന എന്നത് ഏറ്റവും യുക്തിസഹമായ ഒരു പ്രതികരണമാണെന്ന് നമ്മൾ കണ്ടു. നമുക്ക് ചുറ്റും പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള അത്ഭുതകരമായ സംവിധാനങ്ങൾ, നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് ലഭിക്കുന്ന ജീവനും നിലനിൽപ്പും, ഇതെല്ലാം വലിയൊരു കരുതലിന്റെ അടയാളങ്ങളാണ്. ഈ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ആ സൃഷ്ടാവിനെ അംഗീകരിക്കുക, അവനിൽ മാത്രം ആശ്രയിക്കുക എന്നതാണ് ഒരു മനുഷ്യമെന്ന നിലയിൽ നമുക്ക് ചെയ്യാനാകുന്ന ഏറ്റവും മികച്ച കാര്യം. ശരിയാണ്. നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മുടെ അഹങ്കാരത്തെ മാറ്റിവെച്ച് ആ പരമമായ ശക്തിയുമായി നമ്മെ തന്നെ ചേർത്തു നിർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ചിന്തകളെയും പ്രാർത്ഥനാശീലങ്ങളെയും ഈ യുക്തി എങ്ങനെയാണ് മാറ്റിമറിക്കുന്നതെന്ന് സ്വന്തമായി വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയണം. അടുത്ത തവണ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈയൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആഴം വർദ്ധിപ്പിക്കുമെന്ന് തീർച്ചയാണ്. ഈയൊരു ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായൊരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കാനായി ഞാൻ പങ്കുവയ്ക്കാം. സ്രോതസ്സുകളിൽ നേരിട്ട് പറഞ്ഞിട്ടില്ലാത്തതും എന്നാൽ അതിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതുമായ ചിന്തിപ്പിക്കുന്നൊരാശയമാണിത്. എന്താണത്? നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ ശ്വാസം, ഭൂഗുരുത്വം എന്നിവയൊക്കെ നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് നിരന്തരം ലഭിക്കുന്നുണ്ടല്ലോ. എങ്കിൽ നിത്യജീവിതത്തിൽ നമ്മൾ ഉത്കണ്ഠയോടെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ചെറിയ കാര്യങ്ങളുടെ യഥാർത്ഥ മൂല്യമെന്താണ്? ചോദിക്കാതെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ളവ നൽകുന്നവന്റെ മുന്നിൽ നമ്മൾ ചോദിച്ചു വാങ്ങാൻ ആഗ്രഹിക്കുന്നവയുടെ യഥാർത്ഥ ആവശ്യകതയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജനനം മുതൽ മരണം വരെയുള്ള നമ്മുടെ യാത്രയെ ഏറ്റവും സുരക്ഷിതമായി നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തെ മുഴുവൻ ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ടു കൊണ്ടുപോകുന്ന ആ മഹാശക്തിയെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ ചെറിയ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും എങ്ങനെ നടക്കണമെന്ന് നമ്മൾ ആ ശക്തിയെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭാവിയും തീരുമാനിക്കുന്ന ആ ശക്തിക്കു മുന്നിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ഈ അനാവശ്യമായ ഉത്കണ്ഠകൾ എത്രത്തോളം യുക്തിരഹിതമാണെന്നൊന്നു ചിന്തിച്ചു നോക്കൂ. അതൊരു പുതിയ പോണിൽ നിന്നുള്ള ചിന്തയാണ്. ശരിക്കും ഒരു കണ്ണു തുറക്കുന്ന ആശയം. ചോദിക്കാതെ ലഭിക്കുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ബോധവാന്മാരല്ല. നമ്മുടെ വിമാനത്തിന്റെ കൺട്രോൾ ഏറ്റവും മികച്ച പൈലറ്റിന്റെ കയ്യിലാണെന്ന് തിരിച്ചറിയുമ്പോൾ
പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ യാത്ര സമാധാനത്തോടെ പൂർത്തിയാക്കുക എന്നത് മാത്രമാണ്. ആ ഉത്കണ്ഠകൾ മാറ്റിവെച്ച് പൂർണ്ണമായ വിശ്വാസത്തോടെ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. ഈ ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ ആഴത്തിലുള്ള ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ, ഈ ആശയങ്ങൾ ഒരു പുതിയ വെളിച്ചം വീശുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്രോതസ്സുകളിൽ നിന്നുള്ള കേവലമായ അറിവുകൾക്കപ്പുറം ഇതൊരു ജീവിതാനുഭവമായി മാറട്ടെ. നിങ്ങളും നിങ്ങളുടെ സ്വന്തം തലത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിനും നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇതിനായി നൽകിയതിനും വളരെ വലിയൊരു നന്ദി. നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും ഉണർന്നിരിക്കട്ടെ. കൂടുതൽ രസകരമായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ വിടാം.